കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അടിപൊളി വൈദ്യേച്ചി, ചേച്ചി പറഞ്ഞത് 100% ശരിയാട്ടോ. ഇത്രയും വൃത്തിയായിട്ട് ഇതുവരെ ആരും ഇതുവരെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക്. നിനക്ക് മനസ്സിലായി വിനയാ. ഇനി മനസ്സിലാക്കേണ്ടവരെ കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എല്ലാം ഭംഗിയായേനെ. വൈദ്യേച്ചി, ദേവട്ട വരുന്നുണ്ട് കേട്ടോ. മാറിക്കി വാ വാ ദേവേട്ട, ഇവിടെ ഇരുന്നേ. ഇരിക്ക് ദേവേട്ട, ഞാൻ ദേവേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ചേച്ചി ശ്രദ്ധിച്ചോ, ഈ ഡയലോഗ് കടിക്കുന്ന എന്നെ കേൾപ്പിക്കാൻ വേണ്ടിട്ട്. എനിക്കും അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ചെറുതായിട്ട് എനിക്കിട്ടും കൊട്ടുന്നുണ്ട് അവള്. വരട്ടെ, കാണിച്ചു കൊടുക്കാം. കൗണ്ടറിന് കൗണ്ടർ കൊടുക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ. ഇതുവരെ കുളിച്ച് കഴിഞ്ഞില്ലേ ദേവാ? ഒന്ന് പെട്ടെന്നാവട്ടെ, ഇങ്ങനെ താമസിച്ചാൽ എങ്ങനെയാ? വൈദേഹി ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നോണ്ടല്ലേ താമസം ഉണ്ടാവുന്നേ. മാളവികേ, നീയും കൂടെ അങ്ങോട്ട് ചെല്ല്. രണ്ടാളും കൂടി ചേർന്ന് ഭർത്താവിനെ കുളിപ്പിക്കും. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ദേവേട്ടനെ കുളിപ്പിക്കാൻ ഞാൻ മാത്രം മതി. നീ മാത്രം മതിയായിരിക്കും, പക്ഷേ മാളവികയ്ക്കും അതിനുള്ള അവകാശം ഉണ്ടെന്നുള്ളത് നിരസിക്കാൻ പറ്റില്ലല്ലോ. നീ നിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നീ എന്താ നോക്കി നിൽക്കുന്ന മാളവികെ? അങ്ങോട്ട് ചെല്ല്. ദേവന്റെ മുറപ്പെണ്ണായി ജനിച്ച് ഓർമ്മ വെക്കും മുമ്പേ ഭാര്യയായവളാ. അപ്പൊ ഇവിടുള്ള മറ്റാരേക്കാളും കൂടുതൽ ദേവനിൽ അവകാശം നിനക്ക് തന്നെയാണ്. ചെല്ലങ്ങോട്ട്. ചെല്ലുമോട്, പെട്ടെന്നാവട്ടെ. അമ്മായി, അത് എന്തിനാ മാളവികയെ മടിക്കുന്നത്? ഇവിടെയൊക്കെയാണ് അവകാശം സ്ഥാപിച്ചെടുക്കേണ്ടത്. അതോ ദേവൻ നിന്റെ ഭർത്താവാണെന്ന് നീ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലേ? അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും എന്നോട് പറയല്ലേ. ഈ ഒരു ബന്ധത്തിന് വേണ്ടിയല്ലേ ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത്. ദേവേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ ഇനി എനിക്കാവില്ല. ഇത് കേട്ടാ തോന്നും ദേവേട്ടനെ ഇവളുടെ കഴുത്തി താലി കിട്ടിയെന്ന്. എന്തൊരു ബിൽഡപ്പാ എന്റെ ഈശ്വരാ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ മടിക്കുന്നത്? താല്പര്യമില്ലാഞ്ഞിട്ടാ? അയ്യോ, അതെന്താ താല്പര്യമില്ലാത്ത? എന്നാലും ദേവേട്ടന് അത് ശരി, ദേവൻ ഇഷ്ടക്കേടുണ്ടാവുമെന്ന് വിചാരിച്ചാണോ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. മാളവികയെ ദേവൻ ചെറുപ്പത്തിലെ ഇഷ്ടപ്പെട്ടതല്ലേ. അതുകൊണ്ടാണല്ലോ അറിയാ പ്രായത്തിൽ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇന്ന് ചില അവസ്ഥകള് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ദേവനെ അനുവദിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഊർമിള്, ഈ ഒരു കാര്യത്തിന് ഇവിടെ ഇത്രയും തർക്കത്തിന്റെ ആവശ്യം എന്താ? മാളവിക, മോളും കൂടി വേഗം ചെല്ല്. അമ്മേ, അതൊന്നും വേണ്ട. വൈദേഹി കുളിപ്പിച്ചാ മതി. അവളെന്തിനാ? എന്താ ദേവാ, ഇത്രയും നേരം ഇവരുടെ തർക്കം കേട്ടു നിന്നു. ഇനിയിപ്പോ നീയും തുടങ്ങുവാണോ? നിന്റെ പിറന്നാളാവുമ്പോ അവൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? നീ എന്തിനാ അവളെ മാറ്റി നിർത്തുന്നത്? നീ കുളിച്ചിട്ട് വേഗം എഴുന്നേറ്റ് വരാൻ നോക്ക്. ചെല്ല് മോള്, ചെല്ല്.
ഒന്നും പറ്റില്ല ദേവേട്ടാ. നല്ല വേദനയുണ്ട്. മതി മതി. നല്ല സുഖമുണ്ടായിരുന്നു. സുഖമെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര സുഖം. വൈദ്യജി കുളിപ്പിക്കേ. ദേവേട്ടോയ് എങ്ങനുണ്ട്? നിന്നെ കണ്ടോണ്ട് നിൽക്കല്ലേ, പിന്നെന്തിനാണ് ഈ ചോദ്യം? മനസ്സിലായി. ഔ. വൈദേഹി, മതിയടി വേദനിക്കുന്നു. അവൾ ദേഹത്ത് തൊടുന്നതിന് കുഴപ്പമില്ല, ഞാൻ തൊടുമ്പോഴോ വേദനിക്കുന്നത്. അങ്ങനെ അല്ല. നാടവികെ മതി, നിർത്ത്. ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, കുറച്ചൊന്ന് സഹിക്കൂ. എന്തായാലും ചെറുക്കൻ ഒരു ഒന്നൊന്നര ഭാഗ്യവാൻ തന്നെ. ഒന്നിന് രണ്ടെണ്ണമല്ലേ മത്സരിക്കുന്നത് കുളിപ്പിക്കാൻ. ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുമോ ദേവാ? ഒന്ന് സ്ലിപ്പാവുന്ന പോലെ അഭിനയിച്ച് ദേവന്റെ മടിയിലേക്ക് വീണ് ഒരൊന്നാം തരം ഫിനിഷിംഗ് ടച്ച് അങ്ങ് കൊടുത്തേക്കാം. അങ്ങനെ ദേവേട്ടന്റെ മടിയിലേക്ക് വീണു. കൈനീട്ടുന്നു സാഗരം, കരയോടുന്നും സൗഹൃദം, ഇരിയാമ്പയ്യെന്നോതുന്നു മാനസം, കനലായെരിയും നെഞ്ചകം, കഥയിൽ നിറയെ കൗതുകം, കരയാമ്പയ്യെന്നോതുന്നു ജീവിതം, തിരപാടുന്നു സാന്ത്വനം. ദേവേട്ടന്റെ മടിയിൽ ഞാൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ട വൈദേഹി അസൂയപ്പെടണം. ഇപ്പൊ ആ വൈദേഹിയുടെ മുഖം ഒന്ന് കാണണം. ദേവേട്ടാ, അയ്യേ ചേച്ചിയായിരുന്നോ? ചേച്ചി സോറി.
ആ മൊന്ത എങ്ങോട്ട് തട്ടിയിട്ടത്. ദേവേട്ടൻ എഴുന്നേറ്റ് വന്നേ. എഴുന്നേക്ക്, പുതിയ ഡ്രസ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ തുടങ്ങിയ വലിയ പാടാ മളവികെ. അവസരം കാത്തിരിക്കുന്നതിന് പകരം ഇടിച്ചു കയറി നിൽക്കണം. അല്ലെങ്കിലേ പേരിന് നിന്റെ ഭർത്താവാന്ന് പറയാം. ഒന്ന് തൊടാൻ അവസരം കിട്ടുന്ന പോയിട്ട് കാണാൻ പോലും കിട്ടിയെന്ന് വരില്ല മോളെ. ഹലോ, എന്താ വലിയ ആലോചനയിലാണല്ലോ? എന്റെ ഭർത്താവിന്റെ ജന്മദിനം എനിക്ക് അവകാശപ്പെട്ടതാ. ഇടയ്ക്ക് കയറി വരാൻ നോക്കിയ ഇതുപോലെ ഞാൻ ഇനിയും ചവിട്ടി താഴെയിടും. സൂക്ഷിച്ച നിനക്ക് കൊള്ളാം. എടി വൈദേഹി, നിനക്കുള്ള പണി ഞാൻ തന്നോളാം. വീണ്ടും ഒരിക്കൽ കൂടി എന്റെ പിറന്നാൾ ആശംസകൾ. കുളിപ്പിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ. എവിടെ? പുതിയ ഡ്രസ്സൊന്നുമില്ല എനിക്ക്. എന്നാര് പറഞ്ഞു? അത് ഞാൻ എപ്പോഴും റെഡിയാക്കി വെച്ചതാ. ഒന്ന് കണ്ണടച്ചേ. അത്രയ്ക്കും വലിയ സർപ്രൈസ് ആണോ? അതെല്ലോ, സർപ്രൈസ് തന്നെ. കണ്ണടക്കി ദേവേട്ടാ. കണ്ണ് തുറക്കാൻ പാടില്ല. ശരി. ഒന്ന് പെട്ടെന്ന് വാ വൈദേഹി. നീ വാങ്ങിച്ച ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കാണാൻ തിടുക്കുവായി എനിക്ക്. ഒന്ന് പെട്ടെന്ന് കൊണ്ടുവാടി പെണ്ണേ. വരുന്നു ദേവേട്ടാ. മോനെ ദേവാ. അമ്മേ, വാ അമ്മേ. നിന്റെ പിറന്നാളിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. താങ്ക്സ് അമ്മേ. ഇത് ഞാൻ തന്നെ പറഞ്ഞ് ഡിസൈൻ ചെയ്യിച്ചതാ. എല്ലാം കൂടി 2 ലക്ഷത്തിൽ കൂടുതലായി. ഇഷ്ടായോ നിനക്ക്? വളരെ നന്നായിട്ടുണ്ട് അമ്മേ. താങ്ക് യു. വൈദേഹി, ഇങ്ങോട്ട് വന്നേ. ആ, വരുന്നമ്മേ. ഇത് പൂജാമുറി കൊണ്ടുപോയി മഞ്ഞൾ തൊട്ടെടുത്തിട്ട് വാമോള്. ആയിക്കോട്ടെ അമ്മേ. വൈദേഹി, നീ വാങ്ങിച്ച ഡ്രസ് എവിടെ? അതിന് ഞാനൊന്നും വാങ്ങിച്ചില്ല ദേവേട്ടാ. അമ്മ ദേവേട്ടനുള്ള ഡ്രസ്സും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ കണ്ണടച്ചോളാൻ പറഞ്ഞത്. കണ്ണടച്ചോ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ നീ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടാവും, അത് എടുക്കാൻ പോയതാന്നാ ഞാൻ വിചാരിച്ചേ. അത് ഞാൻ ദേവേട്ടനെ കളിപ്പിക്കാൻ ചുമ്മാ പറഞ്ഞതല്ലേ.
ഞാൻ വാങ്ങിച്ചോണ്ടായില്ലല്ലോ ദേവേട്ട. അത് ദേവേട്ടനിട്ട് കാണാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാവണ്ടേ. എന്നാ ശരി, ഞാനിത് ദൈവത്തിന്റെ അടുത്ത് വെച്ചിട്ട് വരാം. 2 മിനിറ്റ് ദേവേട്ടൻ വെയിറ്റ് ചെയ്യും. ശരി, ചെല്ല്. നന്നായിട്ട് പൂജിച്ചോണ്ട് വാ. ഉം. പുതിയ ഡ്രസ്സോ? ഇടിയിക്കാൻ ഞാൻ ഇന്നലെ രാത്രി ഡാൻസ് ഒക്കെ കളിച്ച് ജന്മദിനാശംസകള് വരച്ചൊക്കെ കാണിച്ച് എല്ലാവരുടെ മുമ്പിലും ആളായ ഞെളിഞ്ഞു നിക്കല്ലേ നീ. അതിപ്പ ശരിയാക്കി തരാം. ഇതോടെ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇവരെ തല്ലി പുറത്താക്കൂടി. ദേവേട്ട, ഇത് പിടിച്ചേ. പെട്ടെന്ന് ഇട്ടുകൊണ്ട് വരണേ. ഞാൻ താഴെ ചെന്ന് പായസം ഉണ്ടാക്കട്ടെ. വൈദേഹിക്കുട്ടി. അയ്യോ, നേരെ എവിടെ നോക്കിയാലും ഇവരുടെ റൊമാൻസ് കളിയാണല്ലോ. കണ്ടു കണ്ട് കണ്ണു മഞ്ഞളിച്ചു. വിടുന്നില്ലെങ്കിലോ? എന്റെ അമ്മേ, എത്ര നല്ല ഡ്രസ്സാ എനിക്ക് വാങ്ങിച്ചതെന്നറിയോ? നീ ആണെങ്കിൽ എനിക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടുമില്ല. എന്നാ പിന്നെ ഒരു ഉമ്മയെങ്കിലും തന്നേ. തരാലോ. എന്നാ വേഗട്ടെ. ഇങ്ങനെ എനിക്ക് തരാൻ പറ്റുക? കയ്യിന്ന് വിട്ടാ തരാം. ഗുഡ് ഗേൾ. എന്നാ ഞാൻ വിടാൻ പോവാണേ. ശരി. എടാ ദേവ, ഞാനായിട്ട് എപ്പോഴാടാ ഇതുപോലെ ഒന്ന് റൊമാൻസ് കളിക്കുക? കാത്തിരുന്നോളാം. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ അടുത്ത് വരും. അതുവരെ ഞാൻ ക്ഷമിച്ചോളാം. എന്നാ വേഗം തന്നോളൂ. പെട്ടെന്ന് റെഡി ആയിട്ട് വാ. വൈദേഹി.
ചെല്ല് ചെല്ല് ചെല്ല്. കുറച്ചു നേരത്തേക്കുള്ളൂ ഈ തിളപ്പൊക്കെ. അത് കഴിയുമ്പോ ഉണങ്ങിയ കരിയില പോലെ ചുരുണ്ട് കൂടിക്കോളും. യെസ്. എന്റെ കണ്ണ് തന്നെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടല്ലോ. താങ്ക്സ് അമ്മേ. ദേവനൊന്ന് നിന്നേ. അയ്യോ, ഞാൻ എന്തേ കാണുന്നേ? പിറന്നാളായിട്ട് ആരെങ്കിലും ഈ കരിഞ്ഞു തൊള്ള വീണ ഡ്രസ് എടുത്തിടുവോ? ആരാ ദേവേട്ട ഇങ്ങനെ ഒരു ഡ്രസ് എടുത്തു തന്നെ? ഷോ, ഇത് അപശകനാണല്ലോ. ആരാ ഇത് വാങ്ങിച്ചേ? ഞാനാ മാളവിക. ഈ പുതിയ ഡ്രസ്സിൽ ഇങ്ങനെ തുളകൾ വീണത്. ഇത് വാങ്ങിച്ചപ്പോ ഉണ്ടായ തുളകളല്ലല്ലോ, കനല് പാറി ഉണ്ടായതാന്നാ തോന്നുന്നേ. ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണല്ലോ. ആരാ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യാ? അമ്മ എന്റെ കയ്യിൽ തന്നത്. ഞാനത് പൂജാമുറിയിൽ വെച്ച് ദേവിയുടെ എടുത്തു കൊടുത്തു. അങ്ങനെ പറ. അവിടെയാണ് ഇത് പറ്റിയിരിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് നീ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. സാമ്പ്രാണിത്തിരിന്ന് കനല് പാറി തുള വീണു.